ഫാത്തിമ തഹലിയുടെ ഒരു നൊമ്പര പോസ്റ്റ് വന്നിട്ടുണ്ട്. സ്വന്തം റീച്ചിന് വേണ്ടി നീലക്കുയിലന്മാരെയും ട്രോളന്മാരെയും മഞ്ഞക്കാരന്മാരെയെല്ലാം യഥേഷ്ടം PR പണിക്ക് ഇറക്കിവിട്ട് അതിന്റെ മറവിലൂടെ എന്റെ സോഷ്യൽ മീഡിയ ജനപിന്തുണ വർദ്ധിപ്പിച്ച UDFകാർക്കിടയിലെ ഒരു വനിതാരത്നം തന്നെ ഒടുവിൽ പറയുന്നു, എന്റെ സ്വകാര്യതകൾ മുഴുവൻ ലംഘിക്കപ്പെടുന്നു അത്രേ. പരിപൂർണമായ അരാഷ്ട്രീയവാദികളും മസാലകളും സ്ത്രീകളുടെ സ്വകാര്യതകളും ചിത്രീകരിച്ച് ക്യാപ്ഷൻ കൊടുത്ത് ദൃശ്യമാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുമ്പോൾ റീച്ച് കണ്ടിട്ട് നീലക്കുയിലേ വാ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആ നീലക്കുയിലൂടെ എന്റെ റീച്ച് ജനങ്ങൾക്കിടയിൽ എത്തിക്കൂ. കാര്യം ഈ മസാലകൾ കാണാൻ വരുന്നവരുടെ ഉള്ളിൽ രാഷ്ട്രീയ ബോധമല്ലല്ലോ, അവരുടെ ഉള്ളിലുള്ള ഇക്കിളി സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമല്ലാത്ത ജനങ്ങൾക്കിടയിലേക്ക് സ്വന്തം റീച്ചുകൾ കൂട്ടാൻ വേണ്ടിയാണ് ഇത്തരം മൊബൈൽ ജീവികളെ UDFും BJPക്കാരും യഥേഷ്ടം പ്രോത്സാഹിപ്പിച്ചത്. ഒടുവിൽ അവർ എല്ലായിടങ്ങളിലും കയറി ഇറങ്ങി നിരങ്ങി തുടങ്ങിയപ്പോൾ അവരുടെ പ്രവർത്തനം നമ്മുടെ സ്വകാര്യതകൾക്ക് മേലുള്ള കടന്നുകയറ്റമാകുന്നു. ഞങ്ങളുടെ സ്വകാര്യതയിലെ ചില വീഡിയോസൊക്കെ എടുത്ത് ആവശ്യമില്ലാത്ത ക്യാപ്ഷൻ കൊടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോ ഫാത്തിമയുടെ സോഷ്യൽ മീഡിയ നൊമ്പരം. ആ നൊമ്പരം നാട്ടുകാരൊന്ന് കേൾക്കണം. എന്നെ ലക്ഷ്യമാക്കി എന്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായി ഫോട്ടോയും വീഡിയോ ചിത്രീകരണത്തിനുമായി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചിലർ പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സംഭാഷണങ്ങളും സ്വാഭാവികമായ ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും വളച്ചൊടിച്ച് ദൃശ്യങ്ങളാക്കി പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണ്. സാധാരണ ജീവിതത്തിലെ ലളിതമായ നിമിഷങ്ങളെ പോലും വിചിത്രവും ഉദ്ദേശബോധ്യവുമുള്ളതുമായ ക്യാപ്ഷനുകൾ നൽകി സെൻസേഷണലൈസ് ചെയ്യുകയും അനാവശ്യ പ്രതികരണങ്ങളും നെഗറ്റിവിറ്റിയും സൃഷ്ടിക്കുകയും അതിനെ മോണിറ്റൈസ് ചെയ്ത് ലാഭമാക്കുകയും ചെയ്യുന്ന പ്രവണത അതീവ അപലപനീയമാണ്. ഇത്തരം ചാനലുകൾ എന്റെ PR പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഞാൻ വ്യക്തമായി അറിയിക്കുന്നു. പൊതു ഇടങ്ങളിലാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. യാതൊരു കോഡ് ഓഫ് കോണ്ടാക്റ്റും പാലിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി എത്തി ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇതെന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, എന്നോടൊപ്പമുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമം കൂടിയാണ്. മനുഷ്യന്റെ സ്വകാര്യത ലംഘിക്കുകയും ഉദ്ദേശപൂർവം അപമാനിക്കുകയും പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഇത്തരത്തിലുള്ള പാപ്പരാസി രീതികൾ തുടർന്നാൽ അത് വ്യക്തമായ സ്റ്റോക്കിങ്ങും പ്രൈവസി വയലേഷനുമായി കണക്കാക്കി ആവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നു. ഇതാണ് ഫാത്തിമ തഹലിയുടെ നൊമ്പരം. ഇപ്പോൾ തന്നെ കേരളത്തിലെ UDF നേതാക്കന്മാരുടെ ഇൻസ്റ്റഗ്രാം വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ പേജുകളിലാണ് അത് കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് നോക്കാം. മുഖ്യധാരാ മാധ്യമങ്ങൾക്കപ്പുറം അവർ പലതരത്തിലുള്ള ഓൺലൈൻ മഞ്ഞക്കാരന്മാരെ PR പണിക്കായി നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF നിയോഗിക്കുന്ന PR പണിക്കാർക്ക് എവിടെയും മൊബൈലുമായി കടന്നു ചെല്ലാം. ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അവർ നേരെ ഇത്തരം ഇടങ്ങളിൽ ഇടിച്ചു കയറുകയും സ്വകാര്യത മാനിക്കാതെ വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന എന്ന നൊമ്പരത്തിന് കാരണമായിരിക്കുന്നത്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, മിസസ് ഫാത്തിമ തഹലി മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ തീവ്രമായിരുന്നു ആര്യ രാജേന്ദ്രനും വീണ വിജയനും. ഇവറ്റകൾ നമ്മുടെ ഇടയിലേക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് കയറ്റിയാൽ എല്ലായിടങ്ങളിലും വന്നു കയറും, അനാവശ്യമായ സ്വകാര്യതകളെല്ലാം അവർ പകർത്തിക്കൊണ്ട് പോകുമെന്നുള്ള കാര്യം. അത് നിങ്ങൾ കുറ്റിയിൽ കയറഴിച്ചു വിട്ടതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് ഓർത്ത് നൊമ്പരപ്പെട്ടിരിക്കാനേ വഴിയുള്ളൂ. കാര്യം അവരെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടേതായ ഉത്തരവാദിത്തമാണ്. അവർക്ക് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അവർ പരിധിയില്ലാതെ അത് ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ട് മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടാകാം. അതിന് നൊമ്പരപ്പെട്ടിട്ട് കാര്യമില്ല. അനുമതി കൊടുത്തവരടുത്ത് പോയി രണ്ട് ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് ഫാത്തിമ തഹലി അറിയിക്കുകയാണ്. അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ നിൽക്കുമ്പോൾ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല, എനിക്കെതിരെ ആരും വിരൽ ചൂണ്ടാൻ പാടില്ല എന്നുള്ള ആ മനോഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് ജനപ്രതിനിധികളാകുമ്പോൾ വിമർശിക്കപ്പെടും. സ്വകാര്യ ഇടങ്ങളിലൊക്കെ ദൃശ്യങ്ങൾ ആൾക്കാർ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടാൽ അതിൽ കൊള്ളരുതായ്മകൾ ഉണ്ടെങ്കിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് തെഹലിയ മനസ്സിലാക്കുന്നതും നല്ലതാണ്.